ഓം ശാന്തി. നമ്മുടെ ചിന്തകൾ ഈശ്വരൻ നമുക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ്. ചിന്തകൾ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും നേടിയെടുക്കാം, വേണമെങ്കിൽ എല്ലാ നഷ്ടങ്ങളും വരുത്തി വയ്ക്കാം. ചിന്ത എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ളൊരു നിധിയാണ്, അത്യധികമായിരിക്കുന്നൊരു ശക്തിയാണ്, ഒരു ഊർജമാണ്, ഉണർവാണ്, എല്ലാമാണ്. അതുകൊണ്ട് ചിന്തകളിൽ ശക്തി നിറച്ച ഒരൊറ്റ തോട്ട്, അത് പവർഫുള്ളായി 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയായി. എന്ത് കാര്യം വേണമെങ്കിലും ഡിപ്രഷൻ്റെ ലോവസ്റ്റ് സ്റ്റേജിൽ നിന്ന് മോട്ടിവേഷൻ്റെ ഹയസ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകണോ, തകർച്ചയുടെ ഏറ്റവും അഗാധ തലങ്ങളിൽ നിന്ന് ഔന്നത്യത്തിൻ്റെ ഏറ്റവും മേലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യണോ, തകർന്ന ബന്ധങ്ങളിൽ നിന്ന് അത് ഏറ്റവും വാമത്തുള്ള സുഖകരമായ സംബന്ധങ്ങളിലേക്ക് നമുക്ക് മാറ്റിമറിക്കണോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി മാറ്റി എഴുതാൻ ഒരൊറ്റ സങ്കല്പത്തിന് സാധിക്കുന്നതേയുള്ളൂ. ആ ഒരൊറ്റ സങ്കല്പം, ഒരു തോട്ട്, എന്താണോ നമുക്കാവേണ്ടത് അത് ഞാൻ ആയി എന്നതായിട്ടുള്ള സങ്കല്പം. ഞാൻ എന്താണോ എൻ്റെ വിഷൻ കാണുന്നത്, എന്താണോ എൻ്റെ ഇച്ഛ, ആ ഇച്ഛ ഞാനൊരു സ്വപ്നമായിക്കൊണ്ട് സത്യമായിക്കൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ യെസ്, അതാണ് ഞാനെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം നമ്മുടെ സങ്കല്പത്തിൽ, നിങ്ങൾ പലപ്പോഴും ഞാൻ പറയണ കേൾക്കാറുണ്ട്, എന്താ ചെയ്യുക, അവരങ്ങനെയാ, ഇവരെങ്ങനെയാ, ഇവരെന്നോട് അങ്ങനെ പെരുമാറും, അവരെന്നോട് ഇങ്ങനെ പെരുമാറും, എൻ്റെ കൂടുതലവരെൻ്റെ കുറ്റേ കാണുള്ളൂ, അവരെന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ തന്നെ മടി എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നൊക്കെ പ്ലാൻ ചെയ്യും, 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചെയ്യണം തോന്നും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എറ്റ്സെട്ര നിങ്ങൾ എന്നോട് പലരും പറയുന്ന വാചക കഷ്ണങ്ങൾ ചേർത്ത് പറയുകയാണ്. ഇങ്ങനെ ബാക്കി ജോയിൻ ചെയ്യാൻ കുറേ ഒഴിവാക്കിക്കൊണ്ടുള്ളതായിട്ടുള്ള വാചകങ്ങൾ ഞാൻ ദിവസത്തിൽ പലതവണ പലരിൽ നിന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് തുറന്ന് പറഞ്ഞു തരികയാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ എനിക്കത് പറ്റും എന്ന ഒരു സങ്കല്പം, ഒരൊറ്റ തോട്ട് പവർഫുള്ളായി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു തോട്ടിനെ പല തവണ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതിനൊരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് അവസ്ഥയിൽ നിന്നാണോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്, ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്കാണെങ്കിൽ, തകർന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ദുഃഖം കൊണ്ട് കനം നിറഞ്ഞ മനസ്സിൽ നിന്ന് സന്തോഷമുള്ളതായിട്ടുള്ള ഭാരമില്ലാത്തൊരു മാനസിക അവസ്ഥയാണ് നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, രോഗം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു ആരോഗ്യം നിറഞ്ഞൊരവസ്ഥയിലേക്ക്, ആവുന്നത്ര നല്ലൊരവസ്ഥയിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനെ ആദ്യം മനസ്സിലൊന്ന് ക്ലാരിഫൈ ചെയ്യൂ. അത് കഴിഞ്ഞ ശേഷം രാവിലെ ഉണർന്ന് ആദ്യം 1 മിനിറ്റ് സമയം, ജസ്റ്റ് 1 മിനിറ്റ് സമയം ആ ഒരു തോട്ടിനെ അതങ്ങനെ ആയിത്തീർന്നു എന്ന് വിചാരിച്ച് സന്തോഷിക്കൂ. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പുറത്ത് വീട്ടിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിന് മുന്നേ വീട്ടിലടുക്കളയിൽ കാര്യങ്ങൾക്കോ കുളിക്കാനോ കാര്യങ്ങൾക്കോ പോകുമ്പോൾ കുളിക്കാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോൾ 1 മിനിറ്റ് സമയം നമ്മുടെ വിഷ്ണു ഒന്ന് കണ്ടു നോക്കൂ, ആസ്വദിക്ക്, എന്നിട്ട് കുളിക്കൂ. ആ വെള്ളം തലയിൽ വീഴുമ്പോഴുണ്ടല്ലോ, ആർക്കിമിഡീസിന് പുതിയ ആശയങ്ങൾ കിട്ടിയത് കുളിക്കാൻ നിന്നെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ വേണ്ടതായിരിക്കുന്ന പുതിയ ഊർജ്ജങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് ഉണർന്നു വരുന്ന പോലെ തോന്നും. ആ സമയത്ത് നമ്മുടെ തോട്ട്സ് ഭയങ്കര പവർഫുള്ളായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. തലയിൽ വെള്ളം വീഴുകയും ഒപ്പം പവർഫുള്ളായിരിക്കുന്ന പോസിറ്റീവ് തോട്ട്സ് രണ്ടും കൂടി ഒന്നിക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്തു നോക്ക്, ആ കുളി കഴിഞ്ഞ് വരുമ്പോൾ എന്തൊക്കെയോ നിധി കിട്ടിയ പോലെയാണ് നിങ്ങൾക്ക് തോന്നിപ്പോവുക. അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കുളിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് എന്തൊക്കെയോ ചിന്തിച്ച് അവിടെ ഉള്ളതായിട്ടുള്ള പല ആക്ടിവിറ്റീസിൽ സമയം നമ്മൾ ചിലവഴിക്കുകയും അത് കഴിയുമ്പോൾ കുറേ സമയം ബാത്റൂമിൽ പോയി 1 മണിക്കൂർ കുളിക്കാൻ, 1.5 മണിക്കൂർ കുളിക്കാൻ, എന്താ ചെയ്യുന്നത് ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ 1.5 മണിക്കൂർ ബാത്റൂമിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഉറപ്പായി ഞാൻ പറയുകയാണ്, ആ സമയത്ത് ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുകയും അതൊന്ന് കാണ്, പെട്ടെന്ന് കുളിച്ച് ഉഷാറായിട്ട് പുറത്തേക്ക് വരാൻ തോന്നും നമുക്ക്. 1 മിനിറ്റ് സമയം അപ്പോഴുപയോഗിക്കേണ്ട കാര്യമുള്ളൂ. വെള്ളം കുടിക്കാനെടുക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തീർത്ഥം, അമ്പലത്തിൽ നിന്ന് തീർത്ഥം തരും നമുക്ക്, ഒരിത്തിരി വെള്ളം തരാം. അത് നമ്മൾ കയ്യിൽ വാങ്ങിച്ച് അമൃതമായിട്ട് കുടിച്ചുകൊണ്ട് ഒരു തുള്ളി കയ്യിലായ വെള്ളം പോലും വേസ്റ്റ് ആവാതിരിക്കാൻ നമ്മൾ തലയിലൊക്കെ തേക്കാറുണ്ട്. എന്താ കാരണം എന്നറിയോ, അത് അത്രയധികം പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് നിറച്ച വെള്ളമാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും വെള്ളം കുടിക്കാനെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ സമയത്തൊക്കെ വെള്ളം ഇരുന്നിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് വെള്ളം എടുത്തിട്ട്
അത്ര ദാഹിക്കുന്നുണ്ടെങ്കിലും 1 മിനിറ്റ് സമയം അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ വിഷനെ അതിനൊക്കെ ഇഞ്ചക്ട് ചെയ്യൂ. അത് കാണുമ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്ന് ആ എനർജി ആ വെള്ളത്തിലേക്ക് അങ്ങ് നിറഞ്ഞോളും. ഏറ്റവും അധികം വേഗത്തിൽ മറ്റുള്ള വൈബ്രേഷൻ ക്യാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് വെള്ളം. അതുകൊണ്ട് ആ വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ വിഷൻ അത് കണ്ടിട്ട് ആ വെള്ളം നിങ്ങൾ കുടിച്ചോളൂ. നിങ്ങൾക്ക് വീണ്ടും അതിനുള്ള ഉന്മേഷം കൂടും. ആഹാരം കഴിക്കും മുന്നേ 1 മിനിറ്റ് സമയം നമ്മുടെ വിഷൻ കണ്ടിട്ട് ആഹാരം കഴിച്ചാൽ ആ ആഹാരവും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നുകൊണ്ടിരിക്കും. 1 മണിക്കൂറിൽ 60 മിനിറ്റ് ഉള്ളതിൽ 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ കാണാൻ പറ്റുമെങ്കിൽ 59 മിനിറ്റും നിങ്ങൾക്കതിൻ്റെ ഊർജ്ജം പകർന്നു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റോട്ടിൽ പല കാര്യങ്ങളും കാണാനും കേൾക്കാനും വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ യാത്രയിൽ. അതിനു മുന്നേ ഒരൊറ്റ മിനിറ്റ് നിന്നുകൊണ്ട് ഈ ഒരു വിഷൻ കണ്ടിട്ട് നിങ്ങൾ പുറത്തിറങ്ങി നോക്ക്. ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് അതിനെ 1 മിനിറ്റ് സമയം കഴിയുമ്പോഴൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്കറിയില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ഞാൻ മാറിപ്പോയോ, എൻ്റെ ആ ഒരു ടെൻഷൻ്റെ തോട്ട്സൊക്കെ എവിടെയാ പോയേ എന്നുപോലും എനിക്കറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. എനിക്കങ്ങനെ പേടിയുള്ള ഒരാളായിരുന്നു എന്ന് നിങ്ങൾ പറയും. എനിക്ക് പേടിയാണ് മാറ്റേണ്ടതെങ്കിൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ നിർഭയനാണ് എന്ന തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, ഓരോ മണിക്കൂർ 1 മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഞാൻ പേടിയുള്ള ഒരാളായിരുന്നു കേട്ടോ എന്ന് നിങ്ങൾ ആളോട് പറയാൻ തുടങ്ങും. അത്രയ്ക്കധികം മാറ്റം നിങ്ങളോട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. 1 മണിക്കൂറിൽ 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിധി നിങ്ങൾക്ക് മാറ്റി എഴുതാൻ സാധിക്കുന്നതാണ്. ഓം ശാന്തി.